ഈ കാര്യമായിട്ടാണോ ഈ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ചേട്ടന് മനസ്സിലായിട്ടില്ല. ഞാനുള്ള സമയത്ത് തന്നെ എന്തോ ഒരു കാര്യത്തിന് ചർച്ച വന്നു. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു ഇനി ഡിഗ്രി ഉള്ളവർക്ക് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജി ചെയ്യാം. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അപ്പൊ അവിടെ അത്യാവശ്യം ബുദ്ധി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ പറഞ്ഞു, അതെ അതെ, സന്തോഷ് പണ്ഡിറ്റ് കളവാണ് പറയുന്നത്. അപ്പൊ പിന്നെ എല്ലാരും കൂടെ എന്നെ അങ്ങ് കള്ളനാക്കുകയാണ്. എനിക്കിത് ഇങ്ങനത്തോടൊന്ന് കേൾക്കുമ്പോ പോട്ടെ സാറേ കേട്ടാ വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് ഇനി ഞാൻ എന്തോ പറയട്ടെ, ഞാനത് വിട്ടു. അയ്യേ, ഇത് ഞങ്ങളോട് പറഞ്ഞിരിക്കട്ടെ, പുറത്തൊരു മനുഷ്യരിതറിയരുത്, നാണക്കേടാ. പിറ്റേ ദിവസം രാവിലെ എണീച്ചു കഴിഞ്ഞാലും ഇതേ വിഷയം ഇവിടെ ഇങ്ങനെ ചർച്ച ചെയ്യാണ്. കാലത്ത് എഴുന്നേറ്റാൽ എന്നും ഒരേ കാഴ്ച. ഞാൻ പറഞ്ഞു, ചേട്ടന്മാരെ ഇവിടെ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഒരു അണ്ണാമല യൂണിവേഴ്സിറ്റിന്റെ സെന്ററിലേക്ക് വിളിച്ചു ചോദിച്ചാൽ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ എനിക്ക് അതല്ല, ഈ നാട്ടുകാർക്ക് ഇതിനെപ്പറ്റിയൊന്നും ഒരു അറിവില്ലേ? ഇതിനെ പറ്റി നമുക്കേ അറിയില്ല, പിന്നെയല്ലേ നാട്ടുകാർക്ക്. അല്ല, ചോദ്യം ഒന്നേ ഉള്ളൂ, ഈ MSc സൈക്കോളജി എന്നുള്ളത് എനി ഡിഗ്രി കഴിഞ്ഞവർക്ക് നിങ്ങൾ കൊടുക്കൂ, അതല്ല BSc കഴിഞ്ഞവനാണ് കൊടുക്കുക, ഇതേ ഉള്ളൂ. വിളിപ്പിക്കാം, സാമ്പിൾ കാണിക്കാൻ പറയാം. പക്ഷെ ഈ ഒരു വിഷയത്തിൽ നമ്മളെ തുടർച്ചയായിട്ട് ഇവർ ഹറാസ് ചെയ്യാണ്. നീ കുറെ നാളായിരടാ കളിക്കിനെ നിർത്തടാ താണ്ഡവം. വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ വന്നവനല്ല ഞാൻ. ഇത്തരം ചീപ്പ് ആർട്ടിസ്റ്റോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാനിത് ചെയ്ത് അവിടുത്തെ ഒരു ക്യാമറയുണ്ട്, ക്യാമറയോട് പറഞ്ഞു, ഈ കാണുന്ന പ്രേക്ഷകരോട് പറയാണ്, ഇവിടെ മൊബൈലൊന്നുമില്ല, എനിക്കിപ്പോൾ ഇതൊന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് കള്ളനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് അങ്ങോട്ട് വിശ്വാസമായില്ല എന്ന് വെച്ചാ എനിക്കത് നാണക്കേടാ. അതെ അതെ, ഈ എനി ഡിഗ്രി കഴിഞ്ഞവർക്ക് അണ്ണാമല യൂണിവേഴ്സിറ്റി MSc കൊടുക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് കറക്റ്റും ഈ വ്യക്തി കള്ളനുമാണ്. തിരിച്ചാണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് കള്ളനാണ്. എന്റെ നോട്ടത്തിൽ ഇയാൾ തികഞ്ഞൊരു മാന്യനാ, സത്യസന്ധൻ. ഈ എങ്ങനെ അപ്പൊ നീ ഞങ്ങളെ കള്ളൻ എന്ന് വിളിച്ചല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ കളവ് പറഞ്ഞാലല്ലേ കള്ളൻ എന്ന് പറഞ്ഞുള്ളൂ. ഇനിയിപ്പോ അടുത്ത കണ്ടന്റ് ഈ കള്ളൻ എന്ന വിഷയത്തിലേക്ക് പറഞ്ഞാൽ ചേട്ടന് വിഷമം തോന്നരുത്. ഞാൻ വിചാരിച്ചത് ചേട്ടൻ വെറും ഒരു അരസികനാണെന്നാണ്. അതൊക്കെ നിവൃത്തികേടുകളുണ്ടല്ലേ മോനെ, എനിക്കുണ്ട് എല്ലാവർക്കും ഉള്ളതുപോലൊരു മനസ്സ്. എന്നിട്ട് ഇവിടെ ആൾക്കാർ മൊത്തം അവസാനം യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, എനി ഡിഗ്രിയുള്ളവർക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ടെന്ന്. ഇയാൾക്ക് അറിയുന്നുമില്ല. അതിപ്പോ ഏത് മിടുക്കനും ഒരു അബദ്ധം പറ്റാലോ പറ്റൂലോ.